എല്ലാ കൂട്ടുകാർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആട്ട പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആട്ട പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 3 കപ്പ് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും പുറത്ത് പോയിട്ട് പൊറോട്ടയൊന്നും കഴിക്കാനുള്ള അവസരമൊന്നും ഒത്തുവരണം എന്നില്ല. അപ്പോൾ ഇതുപോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ച ദിവസമാണെങ്കിൽ അന്ന് ഇതുപോലെ ഒന്ന് പൊറോട്ട നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും സോഫ്റ്റായിട്ട് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ. അപ്പം മാവ് എടുത്തിട്ടുള്ള കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ട് അളവ് നോക്കുന്നത്. അപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അമർത്തി കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഓയിൽ തടയി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് സമയമൊന്നും ഇല്ല, പെട്ടെന്ന് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ ചുട്ടെടുക്കാം. എന്നാലും നമ്മൾ ചപ്പാത്തിക്ക് പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കുമ്പം ഒരു 10-15 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ആ മാവ് പരത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുക്കുന്നുണ്ട്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 5 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കെല്ലാം എത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി മാവിനെ ഒന്ന് ഉരുളകളാക്കി മാറ്റണം. അപ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെ കാട്ടി കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 9 ഉരുള ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ട് മൈദപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. ഇനി നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇനി നീളത്തിൽ മുറിച്ചെടുക്കണം. അതുകൊണ്ട് ഞാനിതിൻ്റെ ഷേപ്പൊന്നും നോക്കുന്നില്ല. അപ്പോൾ നല്ല നീളത്തിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓയിലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. മാവ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പിസ്സ കട്ടറോ കത്തിയോ വെച്ചിട്ട് നമുക്കിതുപോലെ നീളത്തിൽ വരഞ്ഞു കൊടുക്കാം. ഇനി ഇതുപോലെ കൈവച്ചിട്ട് നമുക്ക് 2 സൈഡിൽ നിന്നുമായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിനെ നമ്മൾ സാധാരണ പൊറോട്ടയ്ക്ക് ചുറ്റുന്നത് പോലെ ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തി ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ചുരുട്ടി വെച്ചിട്ടുള്ള മാവ് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. 2 ഭാഗവും മറിച്ചിട്ട് പരത്താതെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. അധികം നൈസായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി പരത്തിയെടുത്തിട്ടുള്ള പൊറോട്ട മാവ് നമുക്കൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടി നല്ല ചൂടായി കിടക്കുന്ന ഓട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ചുടുന്നതിന് മുന്നേ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ടൻ്റെ മാവ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് ഇപ്പുറത്തെ ഭാഗം കൂടി ആക്കി കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പൊറോട്ട ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഓയിൽ അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡും നന്നായി കുക്കായി കളറൊക്കെ മാറി വന്നാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് എടുക്കാം. പൊറോട്ട ചുട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് അടിച്ചെടുക്കലാണ്. അപ്പോൾ 2-3 പൊറോട്ട ഞാൻ ചുട്ടതിന് ശേഷം അത് ഒരുമിച്ച് വെച്ചിട്ടാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആട്ട പൊറോട്ടയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ ലെയർ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. പൊറോട്ട നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കൈപ്പിടിക്കുള്ളിൽ ഒതുക്കാവുന്നത് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ലെയറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പൊറോട്ടയൊക്കെ ചുട്ട് നമുക്ക് ഒരുമിച്ചിട്ട് ഒരു കാസറോളിൽ ഇട്ട് വെക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ഇനി ചപ്പാത്തി ആക്കുന്നതിന് പകരം ഒരിക്കലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.
വലിയ പണിയൊന്നുമില്ല. നമ്മളിതുപോലെ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരാളാണെങ്കിൽ വൈകുന്നേരം ഇതുപോലെ കുഴച്ച് വെച്ച് ഉരുളയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.